പാലക്കാട് മകളുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ അമ്മയെ പാമ്പ് കടിച്ചിരുന്ന സംഭവം നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്നു. പുതുനഗരം കരിപ്പോട് സ്വദേശിനിയെ ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. ഈ ചിറ്റൂർ ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഈ സംഭവം എപ്പോഴായിരുന്നു നടന്നത്? അതുപോലെ തന്നെ ഈ കടിച്ച പാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? സംഗീത, നമ്മളിപ്പോൾ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഈ പാമ്പ് കടിയേറ്റ ഗായത്രി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കടിച്ച പാമ്പാണ്. ഈ പാമ്പുമായിട്ടാണ് ഇവർ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ഈ നമ്മൾ കൂടി അവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, അതുപോലെ ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്, പിതാവെല്ലാം നമ്മൾ കൂടി ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് നിങ്ങൾ ആശുപത്രിയിൽ വെച്ചിട്ട്? ഇന്നലെ രാത്രി കുട്ടിക്ക് പനിയായിട്ട് ചിറ്റൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുട്ടിയുടെ യൂറിൻ എടുക്കാനും മറ്റുമായിട്ട് യൂറിൻ പാസ് ചെയ്തപ്പോൾ താഴെയായ യൂറിൻ അടിച്ചുവിടാൻ വേണ്ടി ആ വാർഡിൽ തന്നെ ഉണ്ടായിരുന്ന ചൂലെടുത്തതാണ്. ആ എടുത്തപ്പോഴാണ് അമ്മയായിട്ടുള്ള ഗായത്രിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. ഇത് ആശുപത്രി അധികൃതരുടെ ഒരു അനാസ്ഥയായിട്ട് ഇത് അവിടെ ഈ പാമ്പ് മാത്രമല്ല, എലിയും അതുപോലെ തന്നെ പെരിച്ചാഴിയും ഒക്കെ കണ്ടുവരുന്നത് നിത്യസംഭവമായിട്ട് ആശുപത്രിയിലെ രോഗികളും അതുപോലെ തന്നെ അവർക്ക് കൂട്ടിയിരിക്കുന്ന ആളുകളും പറയാറുണ്ട്. ഇത് നമ്മുടെ ആശുപത്രിയിൽ തെറ്റായിട്ടുള്ള പ്രവണതകളും അതുപോലെ തന്നെ ശുചീകരണമില്ലായ്മയും ഒക്കെയാണ് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവവും. ഇതിൽ ഗവൺമെൻറ് തരത്തിൽ ഇടപെടലുകൾ കൃത്യസമയത്ത് ഇടപെടാത്തത് കൊണ്ടാണ് ഈ ആശുപത്രി അധികൃതർ ഈ തരത്തിലേക്കുള്ള പ്രവർത്തികളിലേക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതും ജനങ്ങൾ ഈ തരത്തിൽ ബുദ്ധിമുട്ട് സംഭവിക്കേണ്ടി വരുന്നതുമൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗായത്രിയുടെ ബന്ധുക്കൾ കൂടെ ചേരുന്നുണ്ട്. ഗായത്രിയുടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കാൻ വേണ്ടി ഒരു സാഹചര്യമാണ് ആശുപത്രിയിലുള്ളത്. ആവശ്യത്തിന് സൗകര്യങ്ങളൊന്നുമില്ലേ? സൗകര്യങ്ങൾ കുറവ് മീൻസ് അവിടെ വൃത്തിയില്ലായ്മയുണ്ട്. ഇത് നമ്മൾക്ക് പൊതുവേ താലൂക്ക് ആശുപത്രിയിൽ വൃത്തി കുറവാണ്. പക്ഷേ ഇപ്പോൾ അഡ്മിറ്റാക്കി ഇത് നമ്മളുടെ കുട്ടിക്ക് സംഭവിച്ചത് നാളെ ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശുപത്രി ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ 24 hours കഴിഞ്ഞിട്ടേ അവർ ഡോക്ടർ എന്തെങ്കിലും പറയുള്ളൂ. നിങ്ങൾ ഈ പാമ്പിനെ അവിടെ കാണാൻ സാഹചര്യം, അതായത് ചെറിയൊരു പാമ്പാണ്, അപ്പം അങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ വെച്ചിട്ട് കാണുന്നത് കടിച്ചതിന് ശേഷമാണ് കാണുന്നത്. എന്താ കയ്യിൽ കടിച്ചതായിട്ട് ആൾ കണ്ടു, ചെറുതായിട്ട് ബ്ലഡ് വരുന്ന പോലെ തോന്നിയപ്പോഴാണ് നോക്കുമ്പോൾ പാമ്പാണ്. അത് വിഷമുള്ള പാമ്പ് തന്നെയാണ്, കെട്ടുവരിയെന്ന് പറയും. ആ പാമ്പ് തന്നെയാണ് കടിച്ചിരിക്കുന്നത്. പാമ്പ് കുഞ്ഞ് വിരിച്ചതാണ്. ഒരു കുഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ പല കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അത് പല വഴിക്ക് പോയിട്ടും ഉണ്ടാകും. ഇതുപോലെ പല സ്ഥലത്തും കുട്ടികൾക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ രോഗികൾക്കോ കടിയേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ വളരെ സഹതാപകരമായിരിക്കും. അവിടെ ഇപ്പോൾ ചികിത്സ കിട്ടിയോ? ചറ്റൂരിൽ നിന്ന് ചികിത്സ കിട്ടിയോ? ചികിത്സ ഇല്ലെന്ന് പാമ്പ് കടിച്ചിട്ട് ചികിത്സയൊന്നും കിട്ടിയില്ല. അവർ നേരെ ഇങ്ങോട്ട് അയച്ചുവിടുക ചെയ്തു, ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചുവിടുക ചെയ്തത്. അവിടുത്തെ ഒരു സാഹചര്യം കണ്ട് നല്ല വൃത്തിയുള്ള ആശുപത്രിയാണോ? അത് വൃത്തിയുള്ള ആശുപത്രിയല്ല. അത് വൃത്തി ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ഈ പാമ്പ് കടിക്കാൻ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളെന്നുള്ള വൃത്തിയില്ലായ്മയും കാര്യങ്ങളും, അതായത് പുല്ല് കൂടിക്കെടുക്കുക, അങ്ങനെ പാമ്പിന് കയറാൻ വേണ്ടി സാഹചര്യം അവിടെ ഉണ്ടോ? കൂടിക്കെടുക്കുന്നത് വാർഡ് മെമ്പർ നൽകാൻ ഈ ചിറ്റൂർ ആശുപത്രിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് നിലവിൽ പ്രശ്നം? വലിയ പരാതി അവിടെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അവിടെ കിടക്കുന്നത്. ചൂലുകളും വേസ്റ്റുകളും മാലിന്യങ്ങളും ഒക്കെ ചിറ്റൂർ ആശുപത്രിയിൽ നിത്യസംഭവമാണ്. ഇതിനു വേണ്ടി അവിടെയുള്ള ഒരു തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. നമ്മുടെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോലും ഇതാണ് ഈ രോഗികൾക്കും അല്ലെങ്കിൽ കൂട്ടിയിരിക്കുന്നവർക്കും ഇതാണ് അവസ്ഥയെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എത്ര മോശമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും പറയുന്ന ഒരു കാര്യം. കാരണം സ്ത്രീകളുടെ ഒരു വാർഡിലാണ് ഇത്തരത്തിലൊരു പാമ്പിനെ കടിയേറ്റ് ഒരു സ്ത്രീ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. വിഷമേറിയ പാമ്പാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. താൽക്കാലികം അവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ കുഴപ്പമില്ല. പക്ഷേ എത്രത്തോളം ഈ ഒരു ദുർഘടമായ സാഹചര്യത്തിലാണ് ഇവരൊക്കെ ചികിത്സ നേടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്പർ 1 കേരളമായി നമ്മൾ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം വളരെ പുകഴ്ത്തുന്ന ഒരു കാലത്താണ് ഒരു സ്ത്രീക്ക് ഒരു ആശുപത്രിയിൽ വെച്ച്, സർക്കാർ ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടിയേൽക്കുന്ന വലിയൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നും പാമ്പ് കടിയേൽക്കാനുള്ള നിരവധി സാഹചര്യങ്ങളെന്നും അവർ പറയുന്നു. ചെറിയൊരു പാമ്പാണ് എന്നുള്ളത് എല്ലാം, അതിൻ്റെ അപ്പുറത്ത് ഒരു വിഷമേറിയ പാമ്പ് ഒരു ആശുപത്രിയിൽ കയറി സ്ത്രീയുടെ കാലിൽ കടിക്കുന്നു. അവിടെ ആവശ്യത്തിന് ചികിത്സ ലഭിക്കുന്നില്ല. ഇപ്പോൾ അവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഇവർ അറിയിക്കുന്നത്. സംഗീത. ശരി ആഷിഖ്, പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ആഷിഖ് റഹ്മാൻ നൽകിയത്.